2026 മെയ് ജൂൺ മാസങ്ങളിലായിട്ട് 3 ഘട്ടങ്ങളിലായി നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ 3 ഘട്ടങ്ങളിലെയും ഫൈനൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, SI ഓഫ് പോലീസ്, അസിസ്റ്റന്റ് ജയിലർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് ഒറ്റ പരീക്ഷയായിട്ടാണ് പ്രിലിംസ് നടന്നത്. മെയ് 2, മെയ് 16, ജൂൺ 6 എന്നിങ്ങനെ 3 ദിവസങ്ങളായിട്ടാണ് എക്സാം നടന്നത്. സ്റ്റേജ് 1-ലെ, അതായത് 2026 മെയ് 2-ന് നടന്ന ആദ്യഘട്ട പ്രിലിംസ് എക്സാമിലെ 5 ക്വസ്റ്റ്യനുകൾ ഡിലീറ്റ് ചെയ്തു, 3 ക്വസ്റ്റ്യനുകൾ ആൻസർ ചേഞ്ചായി. സ്റ്റേജ് 2 മെയ് 16-ന് നടന്ന എക്സാമിലെ 5 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു, 5 ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്തു, ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് ചെയ്തു. ജൂൺ 6-ന് നടന്ന 3-ാം ഘട്ട ഡിഗ്രി പ്രിലിംസ് എക്സാമിലെ 5 ക്വസ്റ്റ്യനുകൾ ഡിലീറ്റ് ചെയ്തു, 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചേഞ്ച് ചെയ്തു. ഇതിൽ ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും സംശയമുള്ള ഒരു വിഷയം ഏത് സ്റ്റേജായിരുന്നു ടഫായത്, ഏത് സ്റ്റേജിലാണ് കൂടുതൽ നോർമലൈസേഷൻ കിട്ടാൻ ചാൻസ് എന്നെല്ലാമാണ്. അത് 3 ക്വസ്റ്റ്യനും ഏകദേശം 3 ക്വസ്റ്റ്യൻ പേപ്പറും ഒരേ നിലവാരത്തിലുള്ളത് തന്നെയായിരുന്നു. അതായത് അത്യാവശ്യം ഡിഗ്രി പ്രിലിംസിൻ്റെ നിലവാരത്തിൽ ചേർന്ന് നിൽക്കുന്ന ക്വസ്റ്റ്യനുകൾ തന്നെയായിരുന്നു. ഈസി ക്വസ്റ്റ്യൻ പേപ്പറേ ആയിരുന്നില്ല. എന്നിരുന്നാലും സ്റ്റേജ് 2 ഒരല്പം ടഫായിരുന്നു. അതിൻ്റെ കൂടെ ഏറ്റവും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിലീറ്റും ചേഞ്ചും ചെയ്യപ്പെട്ടത് സ്റ്റേജ് 2-നാണ്. അതിനാൽ തന്നെ സ്റ്റേജ് 2-ലുള്ളവർക്ക് നോർമലൈസേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് സംശയം ഈ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതും ആൻസർ ചേഞ്ച് ചെയ്യുന്നതുമെല്ലാം ഉദ്യോഗാർത്ഥികളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾ ആ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അറ്റൻഡ് ചെയ്തിരുന്നത് ശരിയായ ആൻസർ ആയിരുന്നോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തതോ തെറ്റായതോ ആയ 5 ക്വസ്റ്റ്യനാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് നന്നായി വരും. ആൻസർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നിങ്ങളെ അനുകൂലമായി ബാധിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിനെയും പ്രീവിയസ് ഇയർ ആയിട്ട് വന്ന കട്ട് ഓഫുകളെയും വേക്കൻസികളെയും നിയമന നിലയെയുമെല്ലാം താരതമ്യപ്പെടുത്തി നമ്മൾ പറയുന്ന ഒരു കട്ട് ഓഫ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് 35 മുതൽ 38 വരെയാണ്. കാരണം മെയിൻ ലിസ്റ്റിൽ ഏകദേശം 4000-ഓളം പേര് ഉൾപ്പെടാൻ ചാൻസുള്ള എക്സാമാണ്. പ്രിലിംസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു മെയിൻസ് എക്സാം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ 35 to 38 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ മെയിൻസ് എക്സാം എഴുതാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് 42 മുതൽ 45 ആണ്. മേ ബി അത് 45-ന് മുകളിലുമാവാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയില്ല, കാരണം എത്രത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. SI 40 to 43, എക്സൈസ് ഇൻസ്പെക്ടർ 45 മുതൽ 48. ഇതിൽ വേക്കൻസീസിൻ്റെ കുറവും അതുപോലെ തന്നെ എക്സാം ടഫ് ആയതും കൊണ്ടാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫ് നില പറഞ്ഞത്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേക്കൻസീസ് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് 35 പോലുള്ള ഒരു കുറഞ്ഞ കട്ട് ഓഫ് പ്രവചിക്കുന്നത്. ഫൈനൽ ആൻസർ കീ വന്നതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവും. നമ്മൾ മെയിൻസ് എക്സാം പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലായതിനാൽ തന്നെ റിസൾട്ട് ജൂലൈ അവസാനത്തോടെ തന്നെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മെയിൻസ് എക്സാമിന് പ്രിലിംസിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്തവരും പ്രിലിംസ് കഴിഞ്ഞ് ഉടനെ സ്റ്റാർട്ട് ചെയ്തവരും ഇനി വരുന്ന 10th പ്രിലിംസ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നവരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു 35 എബോ അല്ലെങ്കിൽ 40 എബോ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഡിഗ്രി പ്രിലിംസ് ഇത്രത്തോളം ടഫായ നിലയ്ക്ക് ഡിഗ്രി മെയിൻസ് അതിലും ടഫാവാനും സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ കൂടുതൽ അനലറ്റിക്കൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസും അധികമാണ്. നമ്മൾ ഡിഗ്രി പ്രിലിംസിന് ഇത്രത്തോളം ടഫ് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മെയിൻസിന് നല്ല ടഫ് ആവാനാണ് ചാൻസ്. 10th പ്രിലിംസിനോ 10th മെയിൻസിനോ അല്ലെങ്കിൽ +2 പ്രിലിംസിനോ ഒന്നും പഠിക്കുന്ന പോലത്തെ ഒരു രീതിയിലല്ല നിങ്ങൾ മെയിൻസ് പഠിക്കേണ്ടത്. എല്ലാ എക്സാമിനും ഒരേപോലെ പഠിക്കുന്ന കുട്ടികളുണ്ട്, പക്ഷേ ആ രീതിയല്ല. 10th പ്രിലിംസിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ പ്രിലിംസ് എക്സാം അവലോകനം ചെയ്തിട്ടുള്ള ഒരു രീതിയാണ്, പഠന രീതിയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റുപറ്റാറുള്ളത് ബേസ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും,
അതിനുശേഷം നമ്മൾ വളരെ ഡീപ്പറായി പഠിക്കാൻ തുടങ്ങും. എന്നാൽ 10th പ്രിലിംസ് പോലെ എക്സാമിന് ഡീപ്പ് സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല. വളരെ ലളിതമായ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നെ പണ്ട് പഠിച്ചിരുന്നതിനാൽ അത് മറന്നുപോയി കാണും. അപ്പം ഡിഗ്രി മെയിൻസിന് പഠിക്കുന്നവർ പ്രിലിംസും, അതായത് 10th പ്രിലിംസും എഴുതുന്നുണ്ടെങ്കിൽ 10th പ്രിലിംസിനാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഡിഗ്രി മെയിൻസിലുള്ള സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നിവയെല്ലാം നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആണ്. 10th പ്രിലിംസിന് ശേഷം ഡിഗ്രി മെയിൻസിനുള്ള തീവ്രമായ പരിശീലനം നമ്മളുടെ ചാനലിൽ ആരംഭിക്കുകയാണ്. അതിനാൽ ഡെയിലി പ്രാക്ടീസ് സെക്ഷനിലൂടെ മെയിൻസിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക.